വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റി ഇൻഡെക്സിനെ കുറിച്ചാണ്. ബയോഡൈവേഴ്സിറ്റി മീൻസ് ദ വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് അറ്റ് ഓൾ ലെവൽസ്, ദറ്റ് ഈസ് ദ ഡൈവേഴ്സിറ്റി വിത്തിൻ സ്പീഷീസ്, ബിറ്റ്വീൻ സ്പീഷീസ് ആൻഡ് എക്കോസിസ്റ്റംസ്. ഡൈവേഴ്സിറ്റി വിത്തിൻ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറ്റിക് ഡൈവേഴ്സിറ്റി അല്ലേ? ദെൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Mathematical tools used by ecologists to quantify the variety of life in a given ecosystem. ഇപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിലെ കമ്മ്യൂണിറ്റിയിൽ എത്ര തരം സ്പീഷീസ് ഉണ്ട്, അതിൽ തന്നെ എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഇതെല്ലാം മനസ്സിലാക്കാൻ എക്കോളജിസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു മാത്തമെറ്റിക്കൽ ടൂളാണ് ബയോഡൈവേഴ്സിറ്റി ഇൻഡിസസ്. എക്കോളജി ബയോഡൈവേഴ്സിറ്റി ഈസ് മെഷേർഡ് യൂസിങ് ബോത്ത് ഡോമിനൻസ് ഇൻഡിസസ് ആൻഡ് ഇൻഫർമേഷൻ ഇൻഡിസസ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഇൻഡിസസിനെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് തരംതിരിക്കാം: ഡോമിനന്റ് ഇൻഡിസസ് എന്നും ഇൻഫർമേഷൻ ഇൻഡിസസ് എന്നും. അപ്പോൾ ഡോമിനന്റ് ഇൻഡിസസിന് ഉദാഹരണമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് എന്താ? സിംപ്സൺ ഡൈവേഴ്സിറ്റി ഇൻഡെക്സ്. അപ്പോൾ സിംപ്സൺ ഡൈവേഴ്സിറ്റി ഇൻഡെക്സിന്റെ ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിസസ് ആണ് ഇത്. അത് ഞാൻ എടുക്കുമ്പോൾ പറയാം. സിംപ്സൺസ് ഇൻഡെക്സ്, സിംപ്സൺ ഇൻഡെക്സ് ഓഫ് ഡൈവേഴ്സിറ്റി, സിംപ്സൺ റെസിപ്രോക്കൽ ഇൻഡെക്സ്. അത് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന് ഒന്ന് രണ്ട് പോയിന്റുകൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സിംപ്സൺ ഡൈവേഴ്സിറ്റി ഇൻഡെക്സ്, ഡോമിനന്റ് ഇൻഡെക്സിന് ഉദാഹരണം. ഇൻഫർമേഷൻ ഇൻഡെക്സ്, ഷാനോൺ ഇൻഡെക്സ്, ലിയോൺ ഇൻഡെക്സ്, etc. The two main components used in ecology to measure biodiversity are species richness and species evenness. Important point ആണ്. എന്താണ് two main components used in ecology to measure biodiversity? Species richness and species evenness. എന്താണ് നോക്കാം. ഇവിടെ ബയോഡൈവേഴ്സിറ്റി a variety of organisms present in an ecosystem അല്ലേ? ഇത് രണ്ട് സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്, സാമ്പിൾ എ, സാമ്പിൾ ബി. ഇവിടെ സാമ്പിൾ എ നോക്കാം. എത്ര ബട്ടർഫ്ലൈ ഇവിടെ ഉണ്ട്? 1 2 3 4 5 6 അല്ലേ? ഇത് ഓരോ ഇൻസെക്ട് പ്രത്യേക. ഇവിടെയാണെങ്കിലോ സാമ്പിൾ ബിയിൽ 1 2 3 4, അതുപോലെ 4 മറ്റൊരു ഇൻസെക്ട്. ഇവിടെ എത്ര സ്പീഷീസ് ഉണ്ട്? ബട്ടർഫ്ലൈ ഇത് ഉണ്ട്, 3 സ്പീഷീസ് ഉണ്ട്. ഇവിടെ എത്ര? 2 സ്പീഷീസ് അല്ല. അപ്പോൾ സ്പീഷീസ് റിച്ച്നെസ് എവിടെയാണ്? സാമ്പിൾ ചെയ്യില്ല. സിമ്പിളായിട്ട് ഞാനൊരു മനസ്സിലാക്കാൻ ഒരു ഫിഗർ കാണിച്ചതാണ്. ഇവിടെ നോക്കാം 6 ബട്ടർഫ്ലൈസ്, മറ്റെല്ലാം ഓരോന്നാണ്. ഇവിടെ ആണെങ്കിലോ 4 വീതമല്ലേ? ഒരു ഈവൻനെസ് ഉണ്ടല്ലേ? അപ്പൊ ഇതാണ് സ്പീഷീസ് റിച്ച്നെസ്സും സ്പീഷീസ് ഈവൻനെസ്സും. മനസ്സിലായോ? ദെൻ നമുക്ക് ഈ സിംപ്സൺ ഇൻഡെക്സ് നോക്കാം. സിംപ്സൺ ഇൻഡെക്സ് ഈസ് ഓഫൺ കാൾഡ് ഡോമിനൻസ് ഇൻഡെക്സ്. Dominance index because it gives more weight to the dominant species in an area than to rare species. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും ഒരു സ്പീഷീസ് ഡോമിനന്റ് ആണെങ്കിൽ അതിനാണ് സിംപ്സൺ ഡൈവേഴ്സിറ്റി ഇൻഡെക്സിൽ വെയിറ്റ് കൊടുക്കുന്നത്, കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു, എന്താണ്? ദാൻ ടു റെയർ സ്പീഷീസ്. അത് എടുത്ത് പറയാൻ കാരണം ഈ ഷാനോൺ ഇൻഡെക്സിൽ കൂടുതൽ വെയിറ്റ് കൊടുക്കുന്നത് ഏതിനാണ്? റെയർ സ്പീഷീസിലാണ്. ഇതെല്ലാം പോയിന്റുകളാണ്, ഓർത്തിരിക്കേണ്ടത്. ഞാനത് MCQ ക്വസ്റ്റ്യനിൽ തരും, ഷാനോൺ ഇൻഡെക്സ് പറയുമ്പോഴും പറയാം. ദെൻ മറ്റൊരു കാര്യം, സിംപ്സൺ ഇൻഡെക്സിലും ഈ ഷാനോൺ ഇൻഡെക്സിലും പൊതുവായിട്ട് സ്പീഷീസ് റിച്ച്നെസ്സും സ്പീഷീസ് ഈവൻനെസ്സും കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു 2-3 വ്യത്യാസങ്ങളുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. എന്താണ്? സിംപ്സൺ ഡൈവേഴ്സിറ്റി ഇൻഡെക്സിൽ ഡോമിനന്റ് സ്പീഷീസിനാണ് വെയിറ്റ് കൊടുക്കുന്നത്, ഷാനോൺ ഇൻഡെക്സിലാണെങ്കിൽ റെയർ സ്പീഷീസിനാണ് അല്ലേ? ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 3 ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിസസ് ഓഫ് സിംപ്സൺ ഡൈവേഴ്സിറ്റി ഇൻഡെക്സ്. അതേപോലെ എന്തല്ല? സിംപ്സൺസ് ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് represented by capital D. Then Simpson's index of diversity 1 minus D. Then Simpson's reciprocal index 1 by D. Okay, ഓരോന്നും ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നോക്കാം. ഇവിടെ സിംപ്സൺ ഇൻഡെക്സിൽ it measures the probability that
two individuals randomly selected from a sample will belong to the same species. For example, suppose നമ്മളൊരു ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ പോയി റാൻഡംലി സെലക്ട് ചെയ്ത 2 individuals belong to the same species എന്നിരിക്കട്ടെ, ആണെങ്കിൽ ആക്ച്വലി ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ഡോമിനൻസ്. പറയാം, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ്, മെനി ഡിഫറെന്റ് സ്പീഷീസ് കാണാം അല്ലേ. അപ്പൊ നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്ത സിമിലർ സ്പീഷീസ് ആണെങ്കിൽ അതായിരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡോമിനൻസ് എന്ന് പറയുന്നത് ഈ 3 ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിസസിലും, അതായത് സിംപ്സൺ ഡൈവേഴ്സിറ്റി ഇൻഡിസസിലും എന്താണ് അത് ബാധകമാണ്. പക്ഷെ അതിന്റെ കാൽക്കുലേഷനിൽ വരുന്ന വ്യത്യാസമാണ് ഞാൻ പറയാം. ഇപ്പോൾ സിംപ്സൺ ഇൻഡെക്സിൽ ഇത് മനസ്സിലാക്കാനുള്ള ഫോർമുലയാണ്, 2 ഫോർമുലയുണ്ട്. ഒന്ന് ഇതാണ്, ഡി ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എൻ ബൈ എൻ ഹോൾ സ്ക്വയർ. മറ്റൊരെണ്ണം ഇതാണ്. അപ്പൊ ഇവിടെ ഇതിലുള്ള കീ പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. ഇവിടെ ഈ ഫോർമുലയിൽ സ്മോൾ എൻ represent the total number of organisms of a particular species. Total number of organisms of a particular species. Then capital N, the total number of organisms of all species. Total number of organisms of all species. മനസ്സിലായി കാണും. അപ്പോൾ ഇതെല്ലാം സാധാരണയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നെറ്റ് എക്സാമിനെല്ലാം പഠിക്കുന്നവർക്ക് ഇത് പഠിക്കാനുണ്ട്. നെറ്റ് എക്സാമിനെല്ലാം ഫോർമുല തന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ ബയോഡൈവേഴ്സിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഈ പറയുന്ന താക്കോൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി, അത് തന്നെയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇതിലുള്ള ഏറ്റവും പോയിന്റ് എന്താണ്? ദ വാല്യൂ ഓഫ് ഡി, നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഓഫ് ഡി ranges between 0 and 1. 0 represents the infinite diversity and 1 represents no diversity. മനസ്സിലാക്കുക. That is, the bigger the value of D, the lower the diversity. ഓർത്തിരിക്കുക. Then Simpson index of diversity. എല്ലാം പറയുന്ന ഒരേപോലെ ഇരിക്കും അല്ലേ, പക്ഷെ അതിന്റെ സിംപ്സൺ ഇൻഡെക്സ് ഓഫ് ഡൈവേഴ്സിറ്റി പോലെയല്ല സിംപ്സൺ റെസിപ്രോക്കൽ ഇൻഡെക്സ്, അതുപോലെയല്ല സിംപ്സൺ ഇൻഡെക്സ്. അപ്പോൾ ഇതിന് പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞ് എല്ലാ ഡോമിനൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ സിംപ്സൺ ഇൻഡെക്സ് ഓഫ് ഡൈവേഴ്സിറ്റി 1 മൈനസ് ഡി. ഇവിടെ ദ വാല്യൂ ഓഫ് ദിസ് ഇൻഡെക്സ് ആൾസോ റേഞ്ചസ് ബിറ്റ്വീൻ 0 and 1. മറ്റേതുപോലെ, പക്ഷെ എന്താണ് ഏറ്റവും പ്രധാനം വ്യത്യാസപ്പെടുന്നത്? ഹിയർ ദ ഗ്രേറ്റർ ദ വാല്യൂ, ദ ഗ്രേറ്റർ ദ സാമ്പിൾ ഡൈവേഴ്സിറ്റി. മറ്റെടുത്തോ bigger the value of D, the lower the diversity ആണ്. ഏതിലാണ്? സിംപ്സൺ ഇൻഡെക്സ് അല്ലെ, റെപ്രസെന്റഡ് ക്യാപിറ്റൽ ഡി. ഇവിടെ സിംപ്സൺസ് ഇൻഡെക്സ് ഓഫ് ഡൈവേഴ്സിറ്റി 1 മൈനസ് ഡിയില് ഹിയർ ദ ഗ്രേറ്റർ ദ വാല്യൂ, ദ ഗ്രേറ്റർ ദ സാമ്പിൾ ഡൈവേഴ്സിറ്റി. അതുപോലെ സിംപ്സൺസ് റെസിപ്രോക്കൽ ഇൻഡെക്സ് 1 by D, the value of this index starts with 1 as the lowest. അങ്ങനെയാണെങ്കിൽ the higher the value, the greater the diversity. But here the value of this index starts with the 1 as the lowest. The higher the value, the greater the diversity. ഇനി മറ്റു ചില ഇൻഡിസസിനെ കുറിച്ച് 1-2 പോയിന്റ് മാത്രമേ ഞാൻ പറയാം. ബാക്കിയുള്ളതെല്ലാം പ്രാക്ടീസ് ടെസ്റ്റിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും. ഇതിന്റെ മെയിൻ 1-2 പോയിന്റ് മനസ്സിലാക്കുക. ഷാനോൺ ഇൻഡെക്സ്, അതിനെ ഷാനോൺ വെയ്നർ ഇൻഡെക്സ് എന്ന് പറയും. It accounts for both the species richness and the species evenness. ഞാൻ പറഞ്ഞു, പക്ഷേ it is highly sensitive to what? The presence of rare species. ആ കമ്മ്യൂണിറ്റിയിൽ റയർ സ്പീഷീസ് ഉണ്ട്, അതിന് കൂടെ പ്രാധാന്യം ഷാനോൺ ഇൻഡെക്സിൽ കൊടുക്കും. ഇനി മാർഗലസ് ഇൻഡെക്സ്, അതുപോലെ മെൻഹിനിക്സ് ഇൻഡെക്സ്, ഇത് രണ്ടും യൂസ്ഡ് ടു മെഷർ സ്പീഷീസ് റിച്ച്നെസ്, നോട്ട് സ്പീഷീസ് ഈവൻനെസ്. ഇത് എക്സാംസിന് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ദെൻ പെർലൂസ് ഈവൻനെസ് ഇൻഡെക്സ്, അത് പേര് കേൾക്കുന്ന പോലെ, ആൻഡ് ദിസ് മെയിൻലി കാൽക്കുലേറ്റ്സ് സ്പീഷീസ് ഈവൻനെസ് റദർ ദാൻ സ്പീഷീസ് റിച്ച്നെസ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഇതിന്റെ താക്കോൽ കാര്യങ്ങളാണ്. കൂടുതൽ പോയിന്റ്സ് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളതെല്ലാം എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പ്രാക്ടീസ് ടെസ്റ്റിൽ തരും. ഓക്കെ, താങ്ക് യു.